പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ദൈവവചനത്തിനു വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്വീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നു, സ്നാനം കഴിഞ്ഞ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, ഒരു മനുഷ്യൻ അവൻ്റെ ജന്മം മുഴുവൻ കൊതിക്കുന്ന ഒരു ആഗ്രഹമാണ് ദൈവപ്രസാദത്തിൽ കഴിയുക, ദൈവസന്നിധിയിൽ വ്യാപരിക്കുക, ദൈവ അഭിഷേകത്തിൽ നിലനിൽക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ കഴിയുക? ദൈവഹിതത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവർക്ക്, ദൈവ ഇഷ്ടത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നവർക്ക്, ദൈവകൃപയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവർക്ക്, ദൈവിക ചൈതന്യത്തിൽ മുട്ടുമടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രസാദകരമായ ജീവിതം നയിക്കാൻ അവിടുന്ന് കൃപ നൽകും. വചനം ഉത്ബോധിപ്പിക്കുന്നു. സുഭാഷിത പുസ്തകം 16:7, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവൻ്റെ മിത്രങ്ങളായി മാറും. ശത്രുക്കൾ മിത്രങ്ങളായി മാറണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അശുദ്ധി, നമ്മുടെ ജീവിതത്തിലെ തിന്മ, സ്വാർത്ഥത നമ്മിൽ നിന്ന് വിട്ടുപോകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രീതിയിലേക്ക് കടന്നു വരാൻ സാധിക്കുക, ദൈവപ്രസാദത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. നമുക്ക് പ്രിയപ്പെട്ടതല്ല, ദൈവത്തിന് വിലപ്പെട്ടത് ചെയ്യുമ്പോൾ ഓരോരുത്തരും ദൈവത്തിന് പ്രീതികരമായ ജീവിതം, പ്രസാദകരമായ ജീവിതം നയിക്കാനായിട്ട് കർത്താവ് കൃപ നൽകും. എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്? ജനക്കൂട്ടത്തെയാണോ? ഭരണ സംവിധാനത്തെയാണോ? അധികാരത്തെയാണോ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ബൈബിളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, സാവൂൾ ദൈവവചനം ധിക്കരിച്ചുകൊണ്ട് ജനക്കൂട്ടത്തെ പ്രീതിപ്പെടുത്തി. സ്നാപയോഹന്നാന്റെ തല വെട്ടി ഹേറോദോസ് ഹേറോദിയയുടെ പ്രീതിപ്പെടുത്തി. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ഭരണ അധികാരികളെ പ്രീതിപ്പെടുത്തി. പീലാത്തോസ് യേശു നിരപരാധി ആയിരുന്നിട്ടും ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി യേശുവിനെ വധിക്കുവാനായി വിട്ടുകൊടുത്തു, ക്രൂശിക്കുവാനായി വിട്ടുകൊടുത്തു. നിക്കോദേമോസ് സിനഗോഗ് അധികാരികളുടെ അംഗങ്ങളുടെ പ്രത്യേകമായ പ്രീതിക്ക് വേണ്ടി പരസ്യമായി യേശുവിനെ ഏറ്റുപറഞ്ഞില്ല. ജനങ്ങളെ പ്രീതിപ്പെടുത്താനും ഭരണ അധികാരികളെ പ്രസാദിപ്പിക്കുവാനുമായി ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവത്തെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരുപക്ഷെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി, ഒരു ചീപ്പായിരിക്കുന്ന പോപ്പുലാരിറ്റിക്ക് വേണ്ടി
ചില സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തിയവർ നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കാം. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ പറയുന്നു, നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോൾ മനുഷ്യന്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ഞാൻ ഇപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദാസനല്ല, ദാസിയല്ല, ക്രിസ്തുവിന്റെ ശിഷ്യനുമല്ല. നമുക്കറിയാം, ദൈവിക ശുശ്രൂഷകരുണ്ട്, ജനകീയ ശുശ്രൂഷകരുണ്ട്. ദൈവിക ശുശ്രൂഷകളുണ്ട്, ജനകീയ ശുശ്രൂഷകളുണ്ട്. ശുശ്രൂഷകളും ശുശ്രൂഷകരുമുണ്ട് എന്ന്. എൻ്റെ മകളെ, മൂശ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതി നേടിയ വ്യക്തിയാണ്. എന്നാൽ മൂശയുടെ സഹപ്രവർത്തകനായ അഹറോൻ ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അവർ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി ഒരു കള്ള വിഗ്രഹമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ, സ്തുതിക്കാൻ തുടങ്ങി. ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മൂശയോട് ബന്ധമുണ്ടെങ്കിലും ദൈവത്തോട് ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ചിലർക്ക് ദൈവിക പുരുഷന്മാരുമായി ബന്ധമുണ്ട്, ദൈവവുമായി ബന്ധമില്ല. ചിലർക്ക് ദൈവാലയവുമായി ബന്ധമുണ്ട്, ദൈവവുമായി ബന്ധമില്ല. ചിലർക്ക് വചനപ്രഘോഷകരുമായി ബന്ധമുണ്ട്, വചനത്തോട് ബന്ധമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, നമ്മെ തന്നെ അതിന് സമർപ്പിക്കുമ്പോൾ അതിനെ ആത്മീയ നേതൃത്വമായി തീരുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം ജനഹൃദയങ്ങളിൽ രൂഢമൂലമാകുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുമ്പോഴാണ് ആത്മീയ നേതൃത്വം ഉണ്ടായിത്തീരുന്നത്. ഞാൻ പറഞ്ഞു, വ്യക്തമായോ? മനുഷ്യരുടെ ഇഷ്ടം നോക്കി, അവരുടെ താല്പര്യങ്ങൾ നോക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നിറവേറ്റി കൊടുക്കുമ്പോൾ അതൊരു ആത്മീയ നേതൃത്വമായി തീരുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഹിതം ജനഹൃദയങ്ങളിൽ രൂപപ്പെടുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ആത്മീയ നേതൃത്വ ശുശ്രൂഷ പൂവണിയുന്നത്. ദൈവം ആഗ്രഹിക്കാത്ത 1000 കാര്യങ്ങൾ ചെയ്താലും ദൈവത്തിൻ്റെ പ്രീതിക്ക് നമ്മൾ പാത്രീഭൂതരായി തീരുകയില്ല. ദൈവം ആഗ്രഹിക്കാത്ത അനേകം കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അത് ദൈവത്തിൽ നമ്മെ അകറ്റി കൊണ്ടുപോകുന്നതാണ്. വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത്. മറിച്ച് കുറച്ചു കാര്യങ്ങൾ തീഷ്ണതയോടെ ദൈവഹിതപ്രകാരം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നിത്യമഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ദൈവിക ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രാർത്ഥനാ മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് അത് സാധ്യമല്ല. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, പ്രാർത്ഥിക്കാതെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുളമായി തീർന്നില്ലേ, ദുരന്തമായി തീർന്നില്ലേ? എൻ്റെ മക്കളോട് ഞാൻ പറയട്ടെ, ഒരു ആത്മീയ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിയോട് ആലോചന ചോദിക്കാതെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാതെ, ദിവ്യകാരുണ്യനാഥനോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യം എടുത്താൽ അത് ശുഭകരമായി തീരുകയില്ല. ഒരു പക്ഷേ
നമ്മുടെ മക്കളുടെ ഒരു കോഴ്സ് പഠിക്കേണ്ട കാര്യമായിരിക്കാം, ഒരു വീട് മാറി മറ്റൊരു വീട് വാങ്ങിക്കേണ്ട കാര്യമായിരിക്കാം, ഒരു വിവാഹം നിശ്ചയിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം, ഒരു ഭൂമി വാങ്ങുന്ന കാര്യമായിരിക്കാം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരുവൻ അതിന് ഒരുമ്പിട്ടാൽ അത് ദൈവത്തിന് പ്രീതികരമായി തീരുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മോട് പറയും, ഇതാണ് വഴി, ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 147 സങ്കീർത്തനം 11 വാക്യത്തിൽ നാം വായിക്കുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ശ്രദ്ധിച്ചേ, കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് വിട്ടുമാറുന്നവനും കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനിലുമാണ് കർത്താവ് പ്രസാദിക്കുന്നത്. നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിത ബലിയായി മാറണം. നമുക്കറിയാം, സുവിശേഷത്തിലെ മർത്ത, അവൾ വളരെ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് ചോദിച്ചു, മർത്ത മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് ആകുലചിത്തയായിരിക്കുന്നു, പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രത കൊള്ളുന്നോണം മർത്ത. എന്നാൽ മറിയമോ, അവൾ ചെയ്ത ഒരു ചെറിയ കാര്യം, ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം ശ്രവിച്ചു. ആ ചെറിയ കാര്യമാണ് യേശുവിനെ കൂടുതൽ പ്രസാദിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാത്ത ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തവർക്ക് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലും ക്രിസ്തു രാജ്യത്തിൻ്റെ ആനന്ദത്തിലേക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന് പ്രീതികരമായത് നിർവഹിക്കണമെന്ന് തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നത്. മകളെ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആരെയാണ് ഇപ്പോൾ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് ആരെയാണ് നമ്മൾ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെയാണോ? ക്രിസ്തുവിനെയാണോ? അല്ലെങ്കിൽ പിശാചിനെയാണോ? നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന സമയം, ആരോഗ്യം, കഴിവ്, ഇവയെല്ലാം ദൈവത്തിന് വേണ്ടിയാണോ നമ്മൾ വിനിയോഗിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലാണോ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാമുകിയെയും കാമുകനെയും പ്രസാദിപ്പിക്കുവാൻ ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? പിശാചിനെ പ്രസാദിപ്പിക്കുന്നവര് അവരെ കൊണ്ടുപോയി നശിപ്പിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരോ അവരെ ദൈവം കൊണ്ടുപോയി ദൈവത്തിൻ്റെ സ്വന്തങ്ങളാക്കി, സ്വർഗത്തിൻ്റെ സ്വന്തങ്ങളാക്കി സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ട മകളെ, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് നിങ്ങൾ വിവേചിച്ചറിയുവിൻ. കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് നിങ്ങൾ വിവേചിച്ചറിയണം. വിവേചന ശക്തി ഉള്ളവർക്കാണ് നന്മ തിന്മകളെ വിവേചിച്ചറിയാനായിട്ടുള്ള കൃപ കിട്ടുന്നവർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക. വിവേചനമില്ലാത്തതിൻ്റെ പേരിൽ എത്രയോ അപകടങ്ങളിൽ ചെന്ന് ചാടി നമുക്കറിയാം. എത്രയോ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകാനിട വന്നിട്ടുണ്ട്. കാരണം ചികഞ്ഞു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആവശ്യത്തിനുള്ള വിവേകവും അതുപോലെ തന്നെ വിവേചനവും ഇല്ലാത്തതുകൊണ്ടാണ്. വീണ്ടും ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവവിശ്വാസമില്ലാതെ
ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. ദൈവം എൻ്റെ പിതാവാണ്. ആ പിതാവ് എന്നെ പരിപാലിക്കുന്നു. എൻ്റെ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ആകുലതകളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ആപത്ത് ഘട്ടങ്ങളിൽ സഹായകനായി കടന്നു വരും. എൻ്റെ അധ്വാനത്തിൻ്റെ ദുർഭഗമായ നിമിഷങ്ങളിൽ അവിടുന്ന് സഹായകനായി കടന്നു വരും. ഞാൻ നിരാശനായി ഇരിക്കുന്ന സമയത്ത് പ്രത്യാശയുടെ കതിരവുമായി എൻ്റെ പക്കലേക്ക് വരും. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും വചനം നമ്മെ പഠിപ്പിക്കുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ാം വാക്യം, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിവേകവും വിവേചനവും നമുക്ക് വേണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം നമ്മുടെ മുഖമുദ്രയായിരിക്കണം. ആരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ നടക്കുന്നത്? ജഡികമായ പ്രവണതകൾക്കനുസരിച്ച് വ്യാപരിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോഹ ബലിയർപ്പിച്ചു, ദൈവം സ്വീകരിച്ചു. അബ്രാഹാം ബലിയർപ്പിച്ചു, ദൈവം സ്വീകരിച്ചു. എന്നാൽ നമ്മൾ ബലിയർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുന്നുണ്ടോ? കായൻ ബലിയർപ്പിച്ചു, ബലി സ്വീകരിച്ചില്ല. കാരണം എന്തേ? ഉചിതമായത് പ്രവർത്തിക്കാൻ അവന് കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഈ കർത്താവിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബലി, നമ്മുടെ ജീവിത ബലി സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വസ്തതയും വിനയവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വസ്തതയും വിനയവും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി തീരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവം സ്വീകരിക്കും. നമ്മുടെ അധ്വാനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മെ നോക്കിക്കൊണ്ട് അന്ന് യോർദാൻ നദീതീരത്ത് മാടപ്പിറാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് പരിശുദ്ധാത്മ പറഞ്ഞതുപോലെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വരം നമുക്കും കേൾക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈശോ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതം കണ്ടിട്ട്, നിന്റെ പ്രവൃത്തി കണ്ടിട്ട്, നിന്റെ വാക്കുകൾ കേട്ടിട്ട്, നിന്റെ ചിന്തകൾ കൊണ്ട് ഇന്ന് ആരെയാണ് നീ പ്രസാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെയാണ് നീ പ്രസാദിപ്പിക്കേണ്ടത്? നമുക്കറിയാം, നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് ദൈവത്തെയാണ്. ഇന്ന് ദൈവത്തിൽ നിന്ന് വഴിവിട്ടു മാറിയാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എത്രയോ അവിശ്വസ്തതയുടെയും എത്രയോ അഹങ്കാരത്തിന്റെയും പ്രവൃത്തികളാണ് നിന്നെ നോക്കിക്കൊണ്ട് കണ്ണു മിടിച്ചുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. നീ ആഗ്രഹിക്കണം, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് വിവേകത്തോടെ പെരുമാറണം. വിവേചന വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വസ്തതയിലും വിനയത്തിലും നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ദൈവമായ കർത്താവ് നമ്മൾ സംപ്രീതനായിട്ട് തീരും. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ദൈവമായ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇന്ന് ദൈവരാജ്യമാണോ നീ വളർത്തുന്നത്? നരകരാജ്യമാണോ നീ വളർത്തുന്നത്? നിന്റെ സ്വന്തം രാജ്യമാണോ നീ വളർത്തുന്നത്? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് കരങ്ങൾ കൂപ്പാം. ദൈവമേ, ജീവിതത്തിൻ്റെ ഏതോ വഴിത്താരയിൽ വെച്ച് ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇതാ ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അവിടുത്തെ മാത്രം പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ.